ഓക്കെ, സോ വാട്സാപ്പിൽ ഇൻട്രസ്റ്റിംഗ് ട്രിക്സാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കാനായിട്ട് പോകുന്നത്. സോ ഡയറക്റ്റ് വീഡിയോ ഇട്ട് വാട്സാപ്പിൽ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ആരെങ്കിലും നമുക്ക് മെസ്സേജ് അയച്ചിട്ട് അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. സോ ഈ ഒരു സെറ്റിംഗ് ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത മെസ്സേജ് ഈസി ആയിട്ട് വായിക്കാനായിട്ട് പറ്റും. അതിന് നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്ഷൻ എടുക്കുക, അവിടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് ജസ്റ്റ് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുക. അപ്പോൾ ഇനി ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ വായിക്കുന്നതിന് മുമ്പേ ഡിലീറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു സെറ്റിങ്സിൽ പോയി നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ അവിടെ അവരയച്ച് ഡിലീറ്റ് ചെയ്ത ആ ഒരു മെസ്സേജ് ഈസി ആയിട്ട് നിങ്ങൾക്ക് റീഡ് ചെയ്യാനും സാധിക്കും. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ട്രിക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെല്ലാവരും വാട്സപ്പിൽ സ്റ്റാറ്റസ് കാണുന്ന ആൾക്കാരാണ്. സോ ആരുടെയെങ്കിലും സ്റ്റാറ്റസ് അവരറിയാതെ കാണണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പിലെ സെറ്റിങ്സ് വരിക, പ്രൈവസി എടുക്കുക, റീഡ് റെസിപ്റ്റൻസ് ഓഫ് ആക്കുക. ഇനി നിങ്ങൾ ആരുടെ സ്റ്റാറ്റസ് കണ്ടാലും നമ്മളത് കണ്ടുവെന്ന് അവർക്ക് നോക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഓണാക്കി കഴിഞ്ഞിട്ട് ആരുടെ സ്റ്റാറ്റസ് ആണോ കാണുന്നത് കണ്ടു കഴിഞ്ഞിട്ട് ഈ ഒരു റീഡ് റെസിപ്റ്റൻസ് ഓണാക്കാൻ മറന്നു പോകില്ലേ. കാരണം ഇത് ഓണാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ആര് കണ്ടുവെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഒരു ഒറ്റ ക്ലിക്കിൽ തന്നെ ഇഷ്ടം പോലെ ഫോട്ടോസ് നിങ്ങൾക്ക് ബണ്ടിലായിട്ട് തന്നെ വാട്സപ്പിൽ അയക്കാം. അതിനുവേണ്ടി വാട്സപ്പ് ജസ്റ്റ് ഇതുപോലെ ഒരു ഫ്ലോട്ടിംഗ് വിൻഡോയിൽ ഇടുക, ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലുതായി കൊടുക്കുക, ഒരു സൈഡിലായിട്ടൊന്ന് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഗാലറിയിൽ വരിക, എത്ര ഫോട്ടോസ് നിങ്ങൾക്ക് അയക്കണോ അത് ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഫോട്ടോയിൽ ഇതുപോലെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഫ്ലോട്ടിംഗ് വിൻഡോയിലായിട്ട് ഇടുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്വിക്ക് ഷെയർ ആയിട്ട് ഗാലറിയിൽ നിന്ന് ഇതുപോലെ വാട്സപ്പിലേക്ക് ഫോട്ടോ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. സോ ഇൻട്രസ്റ്റിംഗ് ട്രിക്കാണ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ട്രൈ ചെയ്ത് നോക്കുക. വാട്സാപ്പിൽ നമ്മൾ ആരുടെയെങ്കിലും സ്റ്റാറ്റസ് ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ആ ഒരു സ്റ്റാറ്റസ് മാറിപ്പോകാതിരിക്കാൻ ഒരു വിരൽ വെച്ച് അല്ലെങ്കിൽ 2 വിരൽ വെച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം. സോ ഇനി അങ്ങനെയൊന്നും ചെയ്യണം, ജസ്റ്റ് 3 ഫിംഗർ വെച്ച് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എത്ര നേരം വേണമെങ്കിലും ഇതുപോലെ പോസായിട്ട് ആ ഒരു സ്റ്റാറ്റസ് തന്നോളും. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രിക്കാണ്. വാട്സാപ്പിൽ ആരുടെയെങ്കിലും മെസ്സേജ് ബ്ലൂടിക്കില്ലാതെ റീഡ് ചെയ്യണമെങ്കിൽ റീഡ് റെസിപ്റ്റൻസ് ഓഫ് ചെയ്തിട്ടായി. പക്ഷേ ആ ഒരു റീഡ് റെസിപ്റ്റൻസ് ഓഫ് ചെയ്താൽ നമ്മുടെ മെസ്സേജ് അവർ കണ്ടുപോകാൻ നമുക്കറിയാൻ പറ്റില്ല. സോ റീഡ് റെസിപ്റ്റൻറ്റ് ഓഫ് ചെയ്യാതെ തന്നെ ബ്ലൂടിക്കില്ലാതെ നമുക്ക് മെസ്സേജ് വായിക്കണമെങ്കിൽ ജസ്റ്റ് സെർച്ച് ബാറിൽ ആരുടെ മെസ്സേജാണ് വായിക്കേണ്ടത് അവരുടെ നെയിം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അവരയച്ച എല്ലാ മെസ്സേജും ഇവിടെ ഡിസ്പ്ലേ ആവുന്നതാണ്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബ്ലൂടിക്കില്ലാതെ ഈസി ആയിട്ട് മെസ്സേജസ് വായിക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വാട്സപ്പിൽ ആർക്കെങ്കിലും നമ്മൾ നല്ല ഹൈ ക്വാളിറ്റിയിലൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഫോട്ടോയുടെ ക്വാളിറ്റി സ്വാഭാവികമായിട്ടും കുറഞ്ഞ ക്വാളിറ്റിയിലായിരിക്കും അത് സെൻഡ് ആവുന്നത്. സോ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുക. ജസ്റ്റ് വാട്സാപ്പിലെ സെറ്റിങ്സിൽ വന്നിട്ട് സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്ന് പറഞ്ഞ ആ ഒരു സെറ്റിങ്ങിൽ ഫോട്ടോ അപ്ലോഡ് ക്വാളിറ്റി ബെസ്റ്റ് ക്വാളിറ്റി കൊടുക്കുക. സോ ഇനി മുതൽ നിങ്ങൾ ആർക്കെങ്കിലും ഹൈ ക്വാളിറ്റി ഇമേജസ് സെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ഹൈ ക്വാളിറ്റി അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോളും. സോ ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല രീതിക്കുള്ള റിസൾട്ടിൽ ഹൈ ക്വാളിറ്റിയോടുകൂടി ഫോട്ടോസ് നമുക്ക് ഇനി സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക. വാട്സാപ്പിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ വന്ന ഇൻട്രസ്റ്റിംഗ് ഫ്യൂച്ചറാണ് ചാറ്റ് ലോക്ക്. സോ ആരെങ്കിലും ചാറ്റ് ഇനി മുതൽ ലോക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവരുടെ പ്രൊഫൈലിൽ വിസിറ്റ് ചെയ്യുക. ഇതുപോലെ ചാറ്റ് ലോക്ക് ഓപ്ഷനിൽ ജസ്റ്റ് ഓണായി കൊടുക്കുക, നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ആ ഒരു ചാറ്റ് ഇവിടെ ലോക്ക്ഡ് ചാറ്റായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു ലോക്ക്ഡ് ചാറ്റ് ഓൺ ആക്കണമെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് വെച്ച് ജസ്റ്റ് വെരിഫൈ ചെയ്ത് കൊടുക്കുക. ആ ഒരു ചാറ്റ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ യൂസ്ഫുൾ ആയിട്ടൊരു ഫ്യൂച്ചറാണ്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. സോ യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്കിനി അവസാനത്തെ വാട്സപ്പ് ട്രിക്കിലോട്ട് പോവാം. നിങ്ങൾ ഭയങ്കര ബിസി ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലെ മെസ്സേജസും കോൾസും കാര്യങ്ങളൊന്നും വരണ്ടാന്നുള്ള സിറ്റുവേഷനിലാണ് ഇരിക്കണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുക. അതിനുവേണ്ടി ആദ്യം തന്നെ നിങ്ങൾ സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ പോവുക. പ്രോക്സി സെറ്റിങ്സിൽ യൂസ് പ്രോക്സി എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാബ് ഓൺ ആക്കി കൊടുക്കുക. ശേഷം സെറ്റ് പ്രോക്സി എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ 1.1.1 എന്ന് പറഞ്ഞ ഈ ഒരു പ്രോക്സി കോഡ് ഓൺ ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ വാട്സപ്പിലേക്ക് തന്നെ മാത്രം ഡേറ്റ ഓഫ് ചെയ്തിരിക്കുകയാണ്. സോ മെസ്സേജസും കാര്യങ്ങളൊന്നും റിസീവ് ചെയ്യാനോ സെൻഡ് ചെയ്യാനോ സാധിക്കില്ല. സോ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ വേണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുക. വാട്സപ്പിലേട്ടുള്ള ഡേറ്റ മാത്രം ഓഫ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വാട്സപ്പിൽ ഈ ഒരു സെറ്റിംഗ് നിങ്ങൾ ഓണാക്കി കഴിയുമ്പോൾ ജസ്റ്റ് ആർക്കും കോൾ ചെയ്യാനോ അതോ നിങ്ങൾക്കൊരു കോൾ റിസീവ് ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല. കാരണം വാട്സപ്പിലുള്ള കംപ്ലീറ്റ് നെറ്റ്വർക്ക് നമ്മൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ബിസി വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു സെറ്റിംഗ് അല്ലെങ്കിൽ അധികം ചാറ്റ്സും കാര്യങ്ങളൊന്നും വരണ്ടാത്ത സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സെറ്റിംഗ് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഇതിനേക്കാൾ മികച്ച വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഇറ്റ്സ് യുവർ ഫ്രണ്ട് സൈനിങ് ഔട്ട് ഫ്രം ടെക്കി സ്പോർട്ട്.